ഇത് പറഞ്ഞതിന് ഞാൻ മറുപടിയും പറഞ്ഞു. ഇന്നെ പഠിപ്പിക്കാൻ മജീദായിട്ടില്ല. ഇന്നെ പഠിപ്പിക്കാൻ അവന്റെ പാർട്ടിന്റെ പ്രസിഡന്റായ ഹൈദരലി ശിവാവ് പോലും ആയിട്ടില്ല. UDFന്റെ നിലപാട് മുസ്ലിം ലീഗ് തീരുമാനിച്ചാൽ മതിയെങ്കിൽ നമ്മളെ കൂടെ ആരും ഉണ്ടാവില്ല. ഈ മുസ്ലിം ലീഗ് നിലനിൽക്കുമ്പോഴാണ് ഈ തീവ്രവാദി പ്രസ്ഥാനം ഇവിടെ വളരുന്നത്. മുമ്പില്ല. അതിനെന്താ കാരണം എന്ന് കണ്ടെത്തണം. മുമ്പില്ലല്ലോ, തീവ്രവാദി പ്രസ്ഥാനം ഇവിടെ ഇല്ലല്ലോ. അല്ലാതെ ഇപ്പോൾ ലീഗും ഞങ്ങളും ഒരേ ആശയക്കാരും ഒരേ നിലയിൽ ചിന്തിക്കാനും കഴിയില്ല. അവരെ പതാക തന്നെ മറിച്ചാണല്ലോ, പച്ചയാണല്ലോ. ഞങ്ങളിത് ത്രിവർണ്ണ പതാകയാണല്ലോ. ഞങ്ങൾ കോൺഗ്രസ് ആണല്ലോ. രണ്ടും രണ്ടാണല്ലോ. രണ്ടിനും രണ്ട് പൈതൃകാണല്ലോ ഉള്ളത്. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കും. ഞങ്ങളും അവരായിട്ടുള്ള ധാരണ എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റോവിൽ മാത്രമാണ്. ആ പരിപാടി നടപ്പാക്കുന്നില്ല. മനസ്സിലായില്ലേ? അല്ലാതെ ഇപ്പോൾ ലീഗും ഞങ്ങളും ഒരേ ആശയക്കാരും ഒരേ നിലയിൽ ചിന്തിക്കാനും കഴിയില്ല. ഒരു കക്ഷിയും ഒറ്റപ്പെടുത്താൻ ആരും ശ്രമിച്ചിട്ടില്ല. എന്നാൽ മറിച്ച ആക്ഷേപങ്ങൾ പുറത്തുണ്ട്. ചിലർ മേൽക്കൈയെടുക്കണം. അവര് പറയുന്നതാണ് ക്യാബിനറ്റിൽ നടക്കണം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ തന്നെ ചില പ്രസ്ഥാനങ്ങൾ തന്നെ പറയുന്നതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കേൾക്കുന്നത്. ഇതൊരു പുതിയ വിവരമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള സംസാരമാണ് ഞാൻ കേട്ടത് മുഴുവൻ. ഘടകകക്ഷികളൊക്കെ തുല്യമാണ്. അനൂപിന്റെ കേരള കോൺഗ്രസ് പോലെ തന്നെയാണ് മുസ്ലിം ലീഗ്. അങ്ങനെ ഒരു വിശ്വാസം നാട്ടിൽ വന്നിട്ടുണ്ട്. അത് ഇല്ലാതാക്കുന്നതാണ് UDFനും ലീഗിനും കോൺഗ്രസിനും ഒക്കെ നല്ലത്.